മധ്യകേരള മഹായിടവക വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അലീന ആൻഡ് സജു. പ്രധാന വാർത്തകൾ. സംഗീതവും സൗഹൃദവും പങ്കുവച്ച് യുവജന പ്രസ്ഥാനത്തിന്റെ പാഷൻ റിസൈറ്റൽ വേദിയായി പള്ളം ഇടവക. എപ്പിസ്കോപ്പൽ സന്ദർശനത്തിന്റെ ഭാഗമായി വിവിധ സഭകൾ സന്ദർശിച്ചും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയും ബിഷപ്പ് ആവേശത്തോടെ സ്വീകരിച്ച ജനങ്ങൾ. ഇനിയും സന്ദർശനം നടത്താൻ 26 സഭകൾ മാത്രം. മച്ചുകാട് ഇടവകയുടെ ശതാബ്ദി ആഘോഷങ്ങൾ പൂർത്തിയായി. മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച് സഭയും സമൂഹവും. വിവിധ മിഷൻ വയലുകളുടെ വാർഷിക കമ്മിറ്റിയിൽ പങ്കെടുത്ത് ബിഷപ്പ് വിവിധ പദ്ധതികൾക്ക് തുടക്കമിടുകയും ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. മിഷൻ വയൽ പ്രദേശമായ കാട്രപ്പള്ളിയിൽ ഗുഡയപ്പാട് ഗ്രാമത്തിൽ ദേവാലയ പ്രതിഷ്ഠ, പുതിയ ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സ് ശിലാസ്ഥാപനം, ദാമരഞ്ചപള്ളിയിൽ പുതിയ ദേവാലയത്തിന് ശിലാസ്ഥാപനം എന്നിവ നടത്തിയ ബിഷപ്പ് കാട്രപ്പള്ളി CSI ടൈലറിംഗ് സെന്റർ സന്ദർശിച്ചു. കൂമ്പാടി CSI സെന്റ് പോൾ സഭയുടെ പുതിയ ദേവാലയം പ്രതിഷ്ഠിച്ചു. സഭാമക്കളുടെ സമർപ്പണത്തിന്റെയും സാക്ഷ്യത്തിന്റെയും നേർസാക്ഷ്യമായി പ്രതിഷ്ഠാ ശുശ്രൂഷ. മഹായിടവക ഫോറസ്റ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പാഷൻ റിസൈറ്റൽ നടത്തി. ചങ്ങനാശ്ശേരി ദേവാലയത്തിൽ അനുഗ്രഹീതമായ സംഗീത സന്ധ്യ. പള്ളം BJM ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. 12 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് വള്ളപ്പുരയ്ക്കൽ ഡോക്ടർ ലൈസാമ ചാക്കോ മെമ്മോറിയൽ ട്രസ്റ്റ്. കുളത്തൂർ CSI സെന്റ് തോമസ് സഭയ്ക്ക് പുതിയ ദേവാലയ നിർമ്മാണത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ച് ബിഷപ്പ്. പണികൾ വേഗം പൂർത്തിയാക്കാനാകും എന്ന പ്രതീക്ഷയിൽ സഭാജനങ്ങൾ. തുരുത്തി CSI അസെൻഷൻ ഇടവകയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 2ാം ഘട്ടം പൂർത്തിയായി. കൃത്യമായ ദർശനത്തോടും ചിട്ടയോടും പണികൾ പൂർത്തീകരിച്ചെന്ന് പ്രതിഷ്ഠാവേളയിൽ ബിഷപ്പ്. CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ BBS 1ാം ഘട്ടം ചക്കിമംഗലം സഭയിൽ നടത്തി. നമ്മുടെ സഭകളും കുടുംബങ്ങളും വിശുദ്ധ ഇടങ്ങളാണെന്ന് ഓർത്ത് പ്രവർത്തിക്കണമെന്ന് പട്ടക്കാരുടെയും സഭാപ്രവർത്തകരുടെയും വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മെത്രാപ്പൊലീത്ത ഡോക്ടർ സക്കറിയാസ് മാർ അഫ്രീൻ. CSI കേരള റീജിയണൽ യുവജന പ്രസ്ഥാനം തെലങ്കാന മിഷൻ സന്ദർശനം നടത്തി. മിഷൻ വയൽ സന്ദർശനം ഏറെ ആവേശം പകരുന്നതെന്ന് യുവജനങ്ങൾ. റവറൻ ജേക്കബ് ഡാനിയേൽ, റവറൻ ഷെറി വർഗീസ് എന്നിവർക്ക് മഹായിടവക ഓഫീസ് യാത്രയയപ്പ് നൽകി. എഡ്മണ്ടണിൽ എപ്പിസ്കോപ്പൽ സന്ദർശനവും വാൻകൂവർ CSI സഭയിൽ സ്ഥിരീകരണ ശുശ്രൂഷയും നടത്തി. ഐക്യത്തിനും ശുശ്രൂഷ വളർച്ചയ്ക്കും പുതിയ ചുവടുവെപ്പുകൾ. ടൊറന്റോ CSI സഭയിൽ സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കും റൂബി ജൂബിലി ആഘോഷങ്ങൾക്കും മുഖ്യ കാർമ്മികത്വം വഹിച്ച് മഹായിടവക ബിഷപ്പ്. കോട്ടയത്ത് യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫോർ ഇന്ത്യ നേതൃധ്യാന യോഗം. ദേശീയ ഐക്യം, സമാധാനം, നീതി എന്നിവ ലക്ഷ്യമാക്കി ഏകീകൃത പ്രാർത്ഥന നടത്തി. മല്ലപ്പള്ളിയിൽ VBS സപ്തതി ആഘോഷം. ചരിത്ര പാരമ്പര്യത്തിന് സ്മരണീയ തുടർച്ച. സൗത്ത് പാമ്പാടി സെന്റ് സ്റ്റീഫൻ CSI ദേവാലയത്തിൽ പുതിയ മദ്ബഹ നിർമ്മാണത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചു. മൈനാഗപ്പള്ളി CSI സഭയിൽ സിൽവർ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ബിഷപ്പ്. വിശ്വാസവും സേവനവും ഒത്തുചേർന്ന ആഘോഷത്തിന് സാക്ഷ്യം വഹിച്ച് പ്രദേശം. മുണ്ടക്കയം ഹോളി ട്രിനിറ്റി CSI സഭയുടെ ഭവനദാന പദ്ധതി പൂർത്തിയായി. 8 കുടുംബങ്ങൾക്കുള്ള ഭവനങ്ങൾ പ്രതിഷ്ഠിച്ചു നൽകി. 175ാം വാർഷികാഘോഷങ്ങൾക്ക് മനോഹര സമാപനം. മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പാഷൻ റിസൈറ്റൽ മാർച്ച് 29-ന് പള്ളം CSI സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ വെച്ച് നടത്തി. വർക്കിംഗ് പ്രസിഡന്റ് ശ്രീമതി നേഹ മറിയം വർഗീസ് അധ്യക്ഷത വഹിക്കുകയും പള്ളം വൈദിക ജില്ലാ ചെയർമാൻ റവറൻ ചെറിയാൻ തോമസ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു.
റവറൻ ഫാദർ സേവേറിയോസ് എം തോമസ് മുഖ്യ സന്ദേശം നൽകി. പള്ളം ജില്ലാ യുവജന പ്രസ്ഥാനം കൺവീനർ റവറൻ ജിബിൻ മാത്യു പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. റവറൻ ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ, റവറൻ ലിനോ എസ് ജോൺ, റവറൻ നെബൂസ് കറിയ, റവറൻ ലാൽജി എം ഫിലിപ്പ്, റവറൻ ഡാർവിൻ വടക്കേ തലയ്ക്കൽ എന്നിവർ നോമ്പാരാധനയ്ക്ക് നേതൃത്വം നൽകി. 10 വൈദിക ജില്ലയിൽ നിന്നുള്ള യുവജന ഗായക സംഘങ്ങൾ ഗാനങ്ങൾ ആലപിക്കുകയും നിരവധി യുവജനങ്ങൾ പ്രസ്തുത യോഗത്തിൽ സംബന്ധിക്കുകയും ചെയ്തു. ട്രഷറർ സുശാന്ത് നൈനാൻ കോശി സ്വാഗതം ആശംസിക്കുകയും ശ്രീ തോമസ് ടി തോമസ് ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയും ഓർഗനൈസിംഗ് സെക്രട്ടറി കെവിൻ സാബു നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. മഹായിടവക അധ്യക്ഷന്റെ എപ്പിസ്കോപ്പൽ സന്ദർശനത്തിന്റെ ഭാഗമായി മല്ലപ്പള്ളി വൈദിക ജില്ലയിൽ നാരകത്താനി ഇടവകയുടെ ഉപസഭയായ പിച്ചാത്തിക്കല്ല് CSI സെന്റ് പോൾ സഭ പെസഹ വ്യാഴാഴ്ച ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ സന്ദർശിക്കുകയും സന്ധ്യാരാധനയിൽ വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. 25 കുടുംബങ്ങൾ ആരാധിക്കുന്ന ഈ സഭയിൽ അംഗങ്ങൾ വളരെ സജീവമായി എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നു. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ സജി ചെറിയാൻ മാമൻ, സഭാ ശുശ്രൂഷകൻ ശ്രീ ജേക്കബ് ജോൺ എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. കാനം ഇടവകയുടെ ഉപസഭയായ ആനിക്കാട് സെന്റ് ജെയിംസ് CSI സഭയിൽ ഏപ്രിൽ 3 വലിയ വെള്ളി ആരാധനയ്ക്ക് മധ്യകേരള മഹായിടവക ബിഷപ്പ് നേതൃത്വം നൽകി. ഏതാണ്ട് 55 കുടുംബങ്ങൾ ഈ സഭയിൽ ആരാധിക്കുന്നു. ദേവാലയവും പരിസരവുമൊക്കെ വളരെ മനോഹരമായി സൂക്ഷിക്കുന്നതിൽ സഭ ശ്രദ്ധിക്കുന്നു. പ്രസ്തുത ശുശ്രൂഷ മധ്യേ 7 ആളുകളെ ഗായക സംഘത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. നല്ല നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ ദാസ് ജോർജ്, സഭാ ശുശ്രൂഷകൻ ശ്രീ ഐസക് സജീവ് എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. മുണ്ടിയപ്പള്ളി ഇടവകയുടെ ഉപസഭയായ പാറടി CSI സെയിന്റ് ജോൺ സഭയിൽ ഏപ്രിൽ 5 ഉയർപ്പ് ഞായർ ആരാധനയ്ക്കും വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും മഹായിടവക ബിഷപ്പ് നേതൃത്വം നൽകി. 15 കുടുംബങ്ങളോളം ഈ സഭയിൽ ആരാധിക്കുന്നു. നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ ജോൺസൺ അലക്സാണ്ടർ, സഭാ ശുശ്രൂഷകൻ ശ്രീ രാജീവ് CK എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. ബിഷപ്പിന്റെ എപ്പിസ്കോപ്പൽ സന്ദർശന സംബന്ധമായി കഷ്ടാനുഭവ ആഴ്ചകളിലെ ആരാധനകളെല്ലാം തന്നെ ഉപസഭകളിലാണ് ക്രമീകരിച്ചത്. തിരുവല്ല വൈദിക ജില്ലയിൽ പെരുന്തുരുത്തി ഇടവകയുടെ ഉപസഭയായ മേപ്രാൽ CSI ഓൾ സെയിന്റ് സഭയിൽ വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് മഹായിടവക അധ്യക്ഷൻ നേതൃത്വം നൽകി. 12 കുടുംബങ്ങൾ ഈ സഭയിലുണ്ട്. നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ മാത്യു ഡാനിയേൽ, സഭാ ശുശ്രൂഷകൻ ശ്രീ MS ചാക്കോ എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. അഭിവന്ദ്യ TS ജോസഫ് തിരുമേനിക്ക് ശേഷം ഒരു മഹായിടവക അധ്യക്ഷൻ ആദ്യമായാണ് പ്രസ്തുത സഭ സന്ദർശിക്കുന്നത്. ഏറെ ഹൃദ്യമായ സ്വീകരണം ഒരുക്കിയ സഭയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. കുറ്റൂർ ഇടവകയുടെ ഉപസഭകളായ വെസ്റ്റ് പ്രയാർ CSI സെയിന്റ് ജെയിംസ് സഭയിലും തിരുവൻവണ്ടൂർ CSI സെയിന്റ് ജെയിംസ് സഭയിലും ഏപ്രിൽ 6 വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ നേതൃത്വം നൽകി. വെസ്റ്റ് പ്രയാർ സഭയിൽ അഭിവന്ദ്യ TS ജോസഫ് തിരുമേനിക്ക് ശേഷം ഒരു മഹായിടവക അധ്യക്ഷൻ ആദ്യമായാണ് സന്ദർശനം നടത്തുന്നത്. 5 കുടുംബങ്ങൾ മാത്രമുള്ള വെസ്റ്റ് പ്രയാർ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ ലെവിൻ കോശി, സഭാ ശുശ്രൂഷകൻ ശ്രീ VT മാത്യു എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. തിരുവൻവണ്ടൂർ സഭയിൽ 14 കുടുംബങ്ങൾ സജീവമായി ആരാധനയിൽ പങ്കെടുക്കുന്നു. 2017 ഇവിടെ ഒരു പുതിയ ദൈവാലയം പണിയുന്നതിന് തറക്കല്ലിട്ടതാണ്. എത്രയും വേഗം മനോഹരമായ ഒരു പുതിയ ദൈവാലയം അവിടെ ഉയരുവാൻ ഇടയാകട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. പ്രസ്തുത സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ ലെവിൻ കോശി, സഭാ ശുശ്രൂഷകൻ ശ്രീ ഷൈൻ T മാത്യു എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. തിരുവല്ല വൈദിക ജില്ലയിൽ പെരുന്തുരുത്തി ഇടവകയുടെ ഉപസഭയായ താമരാൽ CSI ക്രൈസ്റ്റ് ചർച്ച് സഭയിൽ ഏപ്രിൽ 7 വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് മഹായിടവക അധ്യക്ഷൻ നേതൃത്വം നൽകി. വഴിയരികിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദേവാലയമാണത്. അവിടെ മുൻപ് ഒരു ഡേ കെയർ സെന്റർ പ്രവർത്തിച്ചിരുന്നു. ഇവിടെയുള്ള ആരാധനാ സമൂഹത്തെ ദൈവം കൂടുതൽ ബലപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ച ബിഷപ്പ് നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ മാത്യു ഡാനിയേൽ, സഭാ ശുശ്രൂഷകൻ ശ്രീ സാം പീറ്റർ എന്നിവരെ അഭിനന്ദിച്ചു.
അബുദാബി CSI ഇടവകയിൽ ഏപ്രിൽ 11 നടത്തപ്പെട്ട സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് മധ്യകേരള മഹായിടവക ബിഷപ്പ് ജബൽ അലിയിൽ നിന്നുമുള്ള 3 കുട്ടികൾ ഉൾപ്പെടെ 36 പേർ സ്ഥിരീകരിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. വളരെ ഭംഗിയായി പ്രസ്തുത ശുശ്രൂഷ ക്രമീകരിച്ച ഇടവക വികാരി റവറൻ ബിജു കുഞ്ഞുമ്മൻ, ചർച്ച് കമ്മിറ്റി എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. പള്ളം വൈദിക ജില്ലയിൽ കരുമാടി CSI ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ ഏപ്രിൽ 22 നടന്ന സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കും വിശുദ്ധ സംസർഗത്തിനും ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ നേതൃത്വം നൽകി. 21 കുട്ടികൾ പ്രതിഷ്ഠിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. വളരെ നന്നായി കുട്ടികളെ ഒരുക്കുകയും ശുശ്രൂഷ മനോഹരമായി ക്രമീകരിക്കുകയും ചെയ്ത ഇടവക വികാരി റവറൻ ജെയിംസ് മാത്യു, ചർച്ച് കമ്മിറ്റി എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. തിരുവല്ല വൈദിക ജില്ലയിൽ പെരുന്തുരുത്തി ഇടവകയുടെ ഉപസഭയായ അടിച്ചിക്കാട് CSI ഹോളി ഇമ്മാനുവേൽ ദേവാലയത്തിൽ ഏപ്രിൽ 22 വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് മഹായിടവക അധ്യക്ഷൻ നേതൃത്വം നൽകി. 10 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ സഭയാണിത്. ദിവംഗതനായ സാം മാത്യു തിരുമേനിയാണ് പ്രസ്തുത സഭ ഏറ്റവും ഒടുവിൽ സന്ദർശിച്ച മഹായിടവക അധ്യക്ഷൻ. നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ മാത്യു ഡാനിയൽ, സഭാ ശുശ്രൂഷകൻ ശ്രീ OM തങ്കച്ചൻ എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. വളരെ ശോചനീയമായ അവസ്ഥയിലായിരിക്കുന്ന ആ ദേവാലയം കാലാനുസൃതമായി പുതുക്കി പണിയേണ്ടത് വളരെ അനിവാര്യമാണെന്ന് ബിഷപ്പ് നിരീക്ഷിച്ചു. എന്നാൽ സ്ഥലപരിമിതി ദേവാലയ നിർമ്മാണത്തിന് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു. ദേവാലയത്തോട് ചേർന്നുള്ള റോഡ് വളരെ ഉയരത്തിലായതിനാൽ ഏതാണ്ട് 3 അടിയിൽ കൂടുതൽ ആ സ്ഥലം ഉയർത്തിയെങ്കിൽ മാത്രമേ ദേവാലയം ഭംഗിയായി നിർമ്മിക്കുവാൻ സാധിക്കുകയുള്ളൂ. മഹാ ഇടവകയുടെയും മറ്റ് ഇടവകകളുടെയും ഒക്കെ സഹകരണത്താൽ മാത്രമേ ഇവിടെ ദേവാലയ നിർമ്മാണം സാധ്യമാകുകയുള്ളൂ. ഏവരുടെയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. തിരുവല്ല വൈദിക ജില്ലയിൽ പെരുന്തുരുത്തി ഇടവകയുടെ ഉപസഭയായ ചാത്തങ്കേരി സെയിന്റ് മാത്യു CSI സഭ മധ്യകേരള മഹായിടവക ബിഷപ്പ് സന്ദർശിക്കുകയും വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. 2 കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത്. 9 അംഗങ്ങൾ ഇവിടെ ആരാധിക്കുന്നു. എല്ലാ ആഴ്ചകളിലും ആരാധനയും മാസത്തിൽ 1 വിശുദ്ധ സംസർഗ ശുശ്രൂഷയും നടത്തപ്പെടുന്നു. ദൈവാലയത്തിന് ഭൗതികമായ നിരവധി ക്രമീകരണങ്ങളും ഇക്കാലയളവിൽ ആവശ്യമാണ്. നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ മാത്യു ഡാനിയൽ, സഭാ ശുശ്രൂഷകൻ ശ്രീ MS ചാക്കോ എന്നിവരെ അഭിനന്ദിക്കുകയും ചെയ്തു. വെള്ളുത്തുരുത്തി ഇടവകയുടെ ഉപസഭയായ മുരിക്കുമൂല CSI സെന്റ് പോൾ സഭയിൽ നടന്ന സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ. 11 കുട്ടികൾ പ്രതിഷ്ഠിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. 115 വർഷങ്ങൾ പിന്നിട്ട സഭയിൽ നടക്കുന്ന പ്രഥമ സ്ഥിരീകരണ ശുശ്രൂഷയാണിത്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മഹായിടവക അധ്യക്ഷൻ ഈ സഭ സന്ദർശിക്കുന്നത്. ജീർണാവസ്ഥയിലായ പ്രസ്തുത ദേവാലയം പുതുക്കി പണിയുന്നതിനുള്ള സഭയുടെ ഉദ്യമങ്ങളെ ദൈവം ഫലവത്താക്കട്ടെ എന്ന് ആശംസിച്ച ബിഷപ്പ് മഹായിടവകയുടെ പ്രാർത്ഥനയും പിന്തുണയും അറിയിച്ചു. നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ ജെയിംസ് ജോസഫ്, സഭാ ശുശ്രൂഷകൻ ശ്രീ സോണി ജോസഫ് എന്നിവരെ ബിഷപ്പ് പ്രശംസിച്ചു. മച്ചുകാട് CSI സെന്റ് ആൻഡ്രൂസ് ഇടവകയുടെ 1 വർഷം നീണ്ട ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും സ്തോത്ര ശുശ്രൂഷയും മാർച്ച് 28 ശനിയാഴ്ച നടത്തപ്പെട്ടു. സ്തോത്ര ശുശ്രൂഷയ്ക്കും പുതുതായി നിർമ്മിച്ച ശതാബ്ദി കമാനത്തിന്റെയും ഗസ്റ്റ് റൂമിന്റെയും നവീകരിച്ച പാരിഷ് ഹാളിന്റെയും പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാപന സമ്മേളനം മർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ റൈറ്റ് റവറൻ തോമസ് മാർ തിമോത്തിയോസ് ഉദ്ഘാടനം ചെയ്തു. ശതാബ്ദി വർഷത്തിൽ 25 ലക്ഷം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. കരുതൽ വിവാഹ സഹായം, സ്നേഹസ്പർശം സ്വാതുജന സഹായം, മെഡിക്കൽ സഹായ പദ്ധതി, മെറിറ്റ് അവാർഡുകൾ, സാന്ത്വനം, ഗുഡ് സമാരിറ്റൻ പെൻഷൻ പദ്ധതികൾ തുടങ്ങിയവയാണ് നടപ്പിലാക്കിയത്. മികച്ച പ്രഥമാധ്യാപകനുള്ള ഗുരുശ്രേഷ്ഠ അവാർഡിന് അർഹനായ ശ്രീ ബെന്നി മാത്യുവിനും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എഞ്ചിനീയർ ശ്രീമതി സിനി C തോമസിനും സഭ ആദരവ് നൽകി. ശതാബ്ദി ആഘോഷങ്ങളുടെ ക്രമീകൃതമായ നടത്തിപ്പിന് നല്ല നേതൃത്വം നൽകിയ ഇടവക വികാരി
റവറൻ അനൂപ് ജോർജ് ജോസഫ്, ചർച്ച് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ പ്രവർത്തനങ്ങളെ ബിഷപ്പ് അഭിനന്ദിച്ചു. മാർച്ച് 30 മുഗലപ്പള്ളി സെന്ററിൽ നടത്തപ്പെട്ട തെലങ്കാന, പറക്കാൽ, കാട്രപ്പള്ളി എന്നീ മിഷൻ വയലുകളുടെ വാർഷിക കമ്മിറ്റിയിൽ മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ പങ്കെടുത്തു. കരീംനഗർ മഹായിടവകയുടെ അധ്യക്ഷനും CSI മോഡറേറ്ററുമായ മോസ്റ്റ് റവറൻ ഡോക്ടർ കെ റൂബേൻമാർ ബിഷപ്പും കരീംനഗർ മഹായിടവകയിലെ ഔദ്യോഗിക ഭാരവാഹികളും മധ്യകേരള മഹായിടവക ട്രഷറർ റവറൻ ജിജി ജോൺ ജേക്കബും മിഷൻ ബോർഡ് ഡയറക്ടർ റവറൻ ജേക്കബ് ഡാനിയൽ എന്നിവരും സന്നിഹിതരായിരുന്നു. മിഷന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ ഓഡിറ്റ് ചെയ്ത കണക്കുകൾ അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും വരും വർഷത്തെ ബജറ്റ് അംഗീകരിക്കുകയും ചെയ്തു. കൂടാതെ അവിടെ പ്രവർത്തിക്കുന്ന 2 സഭാ ശുശ്രൂഷകരെ പട്ടത്ത ശുശ്രൂഷയ്ക്കായി ശുപാർശ ചെയ്തു. അതിനുശേഷം തെലങ്കാന മിഷനിലെ ജഡലപ്പെട്ട സെന്റ് തോമസ് സഭയ്ക്ക് വേണ്ടി ഒരു മിഷൻ വീട് പണിയുന്നതിന് തറക്കല്ലിട്ടു. തുടർന്ന് CSI നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പുതുതായി പണി കഴിപ്പിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിച്ചു. സ്കൂളിൽ പുതുതായി ആരംഭിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അതോടൊപ്പം സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുകയും പ്രസ്തുത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. വളരെ മികച്ച രീതിയിൽ അവിടെ കാര്യങ്ങൾ മുന്നേറുന്നു എന്ന് കാണുന്നതിൽ സന്തോഷിക്കുന്നതായി ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. മധ്യകേരള മഹായിടവക അധ്യക്ഷൻ കാട്രപ്പള്ളി മിഷന്റെ ഭാഗമായ ഗുഡേപ്പാട് ഗ്രാമം സന്ദർശിച്ചു. ഒരു ദേവാലയം പണിയുന്നതിനുള്ള സ്ഥലം ഒരു വ്യക്തി സൗജന്യമായി നൽകിയിരുന്നുവെങ്കിലും അവിടെയുള്ള ഗ്രാമീണരുടെ എതിർപ്പ് മൂലം പ്രസ്തുത ഇടത്ത് നിർമ്മാണം നടത്താനാകാതെ പഴയ ദേവാലയം സ്ഥിതി ചെയ്യുന്നിടത്ത് തന്നെയാണ് പുതിയ ദേവാലയം പണിതുകൊണ്ടിരിക്കുന്നത്. പ്രസ്തുത ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിച്ച് അഭിവന്ദ്യ മോസ്റ്റ് റവറൻ ഡോക്ടർ കെ റൂബേൻമാർ ബിഷപ്പിനോട് ചേർന്ന് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാനും നേതൃത്വം നൽകി. എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. നാട്ടിൽ നിന്നും സേവനം അനുഷ്ഠിക്കുവാനായി മിഷൻ വയലിലേക്ക് എത്തുന്ന അധ്യാപകരും അവിടുത്തെ അധ്യാപകരും താമസിച്ചിരുന്ന ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സ് ഉപയോഗയോഗ്യമല്ലാതായതിനാൽ മഹായിടവക മിഷൻ ബോർഡിന്റെ അനുമതിയോടെ ഒരു പുതിയ ക്വാർട്ടേഴ്സ് പണിയുവാൻ തുടങ്ങുന്നു. അതിന്റെ ശിലാസ്ഥാപനം മഹായിടവക അധ്യക്ഷൻ നിർവഹിച്ചു. അവിടെയുള്ള മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണ് എന്ന് മഹായിടവക അധ്യക്ഷൻ നിരീക്ഷിച്ചു. മിഷണറിമാരായ ക്യാപ്റ്റൻ ബിജോയ് തെങ്ങിൽ മാത്യു, ശ്രീമതി ലിബി എലിസബത്ത്, ശ്രീ ജസ്വിൻ വി മാത്യു എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. കാട്രപ്പള്ളി മിഷന്റെ സ്ഥാപനമായ CSI സിസ്റ്റർ ആനി തോമസ് ടൈലറിംഗ് സെന്റർ ആൻഡ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മഹായിടവക ബിഷപ്പ്, മിഷൻ ബോർഡ് ഡയറക്ടർ റവറൻ ജേക്കബ് ഡാനിയൽ എന്നിവർ ചേർന്ന് സന്ദർശിച്ചു. പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്നതിനോടൊപ്പം തുടർന്ന് ആവശ്യമായിരിക്കുന്ന സജ്ജീകരണങ്ങൾക്ക് സഹായഹസ്തം വാഗ്ദാനം നൽകുകയും ചെയ്തു. വൈദികർക്ക് ആവശ്യമായ കുപ്പായം, സർപ്ലീസ്, സ്റ്റോൾ, ഗേർഡിൽ, കൊയർ ഡ്രസ്, ദേവാലയങ്ങൾക്ക് ആവശ്യമായ ഓൾട്ടർ, തുണികൾ എന്നിവ പ്രസ്തുത സ്ഥാപനത്തിൽ ലഭ്യമാണ്. കാട്രപ്പള്ളി മിഷന്റെ ഭാഗമായിരിക്കുന്ന ദാമരഞ്ചപ്പള്ളി ഗ്രാമത്തിലുള്ള CSI ഹോളി ഇമ്മാനുവേൽ സഭയുടെ നിലവിലുള്ള ദേവാലയം മഴക്കാലത്ത് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ദേവാലയത്തിൽ വെള്ളം കയറുകയും മാസങ്ങളോളം ആരാധന മുടങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തിന് ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ഒരു ദേവാലയം വേണം എന്നുള്ളത് വിശ്വാസ സമൂഹത്തിന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇവിടെ പുതിയൊരു ദേവാലയം നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള ശിലാസ്ഥാപനം മാർച്ച് 31 മധ്യകേരള മഹായിടവക ബിഷപ്പ് നിർവഹിച്ചു. മഹായിടവക മിഷൻ ബോർഡ് ഡയറക്ടർ റവറൻ ജേക്കബ് ഡാനിയൽ, മിഷണറിമാർ എന്നിവർ പ്രസ്തുത പ്രോജക്റ്റുകൾക്ക് ആവശ്യമായ മേൽനോട്ടം വഹിക്കുന്നത് മിഷണറി ഇൻചാർജ് റവറൻ ജൂൺ ചെറിയാൻ കുറുന്തോട്ടിക്കലാണ്. അച്ഛന്റെ നേതൃത്വം ഏറെ അഭിനന്ദാർഹമാണെന്ന് ബിഷപ്പ് നിരീക്ഷിച്ചു. കൂമ്പാടി CSI സെന്റ് പോൾ സഭയ്ക്കായി പുതുതായി നിർമ്മിച്ച ദേവാലയത്തിന്റെ പ്രതിഷ്ഠാ ശുശ്രൂഷ ഏപ്രിൽ 2 പെസഹ ദിനത്തിൽ മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ നിർവഹിച്ചു. 8 മാസങ്ങൾ കൊണ്ടാണ് ദേവാലയത്തിന്റെ പണികൾ പൂർത്തീകരിക്കപ്പെട്ടത്. മഹായിടവക സ്ത്രീജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ
4 സോണുകളിലായി നടത്തപ്പെട്ട മധ്യേ മഹായിടവക അധ്യക്ഷൻ അഭിപ്രായപ്പെട്ടു. വളരെ കാര്യക്ഷമമായി സമർപ്പണത്തോടെ പ്രസ്തുത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സഭയുടെ വികാരി റവറൻ ടിബു ഉമ്മൻ ജോർജ്, ചർച്ച് കമ്മിറ്റി, ബിൽഡിംഗ് കമ്മിറ്റി, ആർക്കിടെക്ട് ശ്രീ സുശാന്ത് നയനാൻ കോശി എന്നിവരെയും ബിഷപ്പ് അഭിനന്ദിച്ചു. മഹായിടവക കോറിസ്റ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി CSI സെന്റ് പോൾസ് ദേവാലയത്തിൽ ക്രമീകരിച്ച പാഷൻ റിസൈറ്റൽ മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബുക്കോശി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മഹായിടവകയിലെ വിവിധ സഭകളിൽ നിന്നുള്ള ഗായക സംഘങ്ങൾക്കൊപ്പം എക്യുമെനിക്കൽ ദർശനത്തോടെ ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് ക്രിസ്തീയ സംഗീത വിഭാഗങ്ങളും അണിനിരന്ന സംഗീത സന്ധ്യ വളരെ അനുഗ്രഹീതമായിരുന്നു. ഗാനങ്ങൾ ആലപിച്ച ഗായക സംഘങ്ങളെയും ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ കോറിസ്റ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റവറൻ പ്രവീൺ ജോർജ് ചാക്കോ, മഹായിടവക കോറിസ്റ്റേഴ്സ് കമ്മിറ്റി, ആതിഥ്യമരുളിയ ചങ്ങനാശ്ശേരി ഇടവക എന്നിവരെയും ബിഷപ്പ് അഭിനന്ദിച്ചു. പള്ളം ബിഷപ്പ് ജേക്കബ് മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പരിശോധനാ മുറികളും ഫിസിയോതെറാപ്പി മുറികളും കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നവീകരിച്ച് പുനഃക്രമീകരിക്കുന്നതിനുള്ള പണികൾ 2026 ഏപ്രിൽ 4 പ്രാർത്ഥിച്ചാരംഭിച്ചു. അതിനാവശ്യമായ 12 ലക്ഷം രൂപ നൽകി ഈ പദ്ധതിക്ക് പിന്തുണ നൽകുന്നത് വള്ളപ്പുരയ്ക്കൽ ഡോക്ടർ ലൈസാമ ചാക്കോ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ്. പ്രസ്തുത പണികൾക്ക് ആവശ്യമായ തുകയുടെ ആദ്യ ഗഡുവായി 4 ലക്ഷം രൂപ കൈമാറി. ഹോസ്പിറ്റലിന്റെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുവാൻ അതിന്റെ ഭരണസമിതിയെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. പുന്നവേലി വൈദിക ജില്ലയിൽ കങ്ങഴ ഇടവകയുടെ ഉപസഭയായ കുളത്തൂർ CSI സെന്റ് തോമസ് സഭയ്ക്ക് ഒരു പുതിയ ദേവാലയം പണിയുന്നതിന്റെ ആരംഭമായുള്ള ശിലാസ്ഥാപനം മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബുക്കോശി ചെറിയാൻ നിർവഹിച്ചു. ഏതാണ്ട് 1.5 നൂറ്റാണ്ടിലധികം ആരാധനാ പാരമ്പര്യമുള്ള പ്രസ്തുത സഭയുടെ നിലവിലുള്ള ദേവാലയം പൊളിച്ചു നീക്കിയാണ് പുതിയത് പണിയുന്നത്. കാലപ്പഴക്കമുള്ള നിലവിലുള്ള ദേവാലയത്തിന് പകരമായി പുതിയതൊന്ന് നിർമ്മിക്കുവാൻ ഏറെ ആഗ്രഹിച്ച സഭയ്ക്ക് മഹായിടവക അനുമതി നൽകുകയായിരുന്നു. സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ TT സന്തോഷ്, സഭാ ശുശ്രൂഷകൻ ശ്രീ സിബി തോമസ് എന്നിവരെ പ്രശംസിച്ച ബിഷപ്പ് ഒരു പുതിയ ദേവാലയം എത്രയും വേഗം പൂർത്തിയാക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. തുരുത്തി CSI അസെൻഷൻ ഇടവകയുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭംഗിയായി പൂർത്തീകരിച്ചു. 2 നിലകളിലായി 14 മുറികളാണ് പൂർത്തീകരിച്ചത്. പ്രസ്തുത മുറികൾ ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബുക്കോശി ചെറിയാൻ പ്രതിഷ്ഠിച്ച് വേർതിരിച്ചു. റവറൻ ജിജി ജോസഫ് ഇടവക വികാരിയായി സേവനമനുഷ്ഠിച്ച കാലയളവിൽ തുടക്കമിട്ട 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ റവറൻ റെനി ഫിലിപ്പിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു. ഇടവക സധൈര്യം ഏറ്റെടുത്ത പദ്ധതി വലിയ പ്രതിബന്ധങ്ങളില്ലാതെ പൂർത്തീകരിക്കുവാനിടയായി. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമായ മേൽനോട്ടം വഹിച്ച ഇടവക വികാരി റവറൻ റെനി ഫിലിപ്പ്, ചർച്ച് കമ്മിറ്റി എന്നിവരാണ്. 2026 ഏപ്രിൽ 15 മുതൽ 18 വരെ ചക്കിമംഗലം CSI സെന്റിനറി മെമ്മോറിയൽ ദേവാലയത്തിൽ VBS 1ാം ഘട്ടം നടത്തി. കൈപ്പറ്റ ഇടവക വികാരി റവറൻ ജെയിംസ് ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. യുവജന പ്രസ്ഥാനം വർക്കിംഗ് പ്രസിഡന്റ് നേഹ മറിയം വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ലുദിയ ജയൻ, വിപിൻ ബിജു, സെഫോൺ സനു മാത്യു, കെസിയ മറിയം ജോണി, ദീപു രാജ്, സോഫിയ എലിസബത്ത്, സൂസൻ വർഗീസ് എന്നിവർ വിവിധ ദിവസങ്ങളിൽ ഡയറക്ടേഴ്സായി സേവനമനുഷ്ഠിച്ചു. 50-ൽ പരം കുഞ്ഞുങ്ങൾ VBSൽ പങ്കെടുത്തു. സമാപന സമ്മേളനം യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി റവറൻ ലിനോ S. ജോൺ ഉദ്ഘാടനം ചെയ്തു. എല്ലാ കുഞ്ഞുങ്ങൾക്കും സമ്മാനം വിതരണം ചെയ്തു. യുവജന പ്രസ്ഥാനം വൈസ് പ്രസിഡന്റ് ജിനു മാത്യു ജോസഫ്, മഹായിടവക യുവജന പ്രസ്ഥാനം ഭാരവാഹികൾ, സഭാ ശുശ്രൂഷകൻ ഇവാഞ്ചലിസ്റ്റ് മോസസ് ചാക്കോ എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ വർഷത്തെ VBSന് ആവശ്യമായ സാമ്പത്തികം സ്പോൺസർ ചെയ്ത ഹൂസ്റ്റൺ CSI സെന്റ് തോമസ് ഇടവകയോടുള്ള നന്ദി അധികൃതർ രേഖപ്പെടുത്തി. പട്ടക്കാരുടെയും സഭാപ്രവർത്തകരുടെയും വാർഷിക സമ്മേളനം കോട്ടയം CSI കത്തീഡ്രൽ ഹോളി ട്രിനിറ്റി ദേവാലയത്തിൽ നടത്തി.
പാസ്റ്ററൽ ബോർഡ് സെക്രട്ടറി റവറൻ ജോണി ആൻഡ്രൂസ് സ്വാഗതം ആശംസിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രോപൊലീത്ത റൈറ്റ് റവറൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രീം മുഖ്യ സന്ദേശം നൽകി. മുൾപടർപ്പിൽ കത്തുന്ന വലിയ കാഴ്ച എന്തെന്ന് കാണുവാൻ പോയ മോശയുടെ സന്നദ്ധതയാണ് ദൈവം മോശയെ വലിയ ദൗത്യം ഏൽപ്പിക്കുവാൻ കാരണമായത്. ക്രിസ്തീയ ദൗത്യ നിർവഹണത്തിൽ ഇത്തരം കാഴ്ചകൾ നിരന്തരമായി നാം കാണുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കണം. നമ്മുടെ സഭകൾ, കുടുംബങ്ങൾ, നാം ഇടപെടുന്ന ഏത് മേഖലകളും ഇങ്ങനെയുള്ള വിശുദ്ധ ഭൂമിയായി കാണുവാനും ചെരുപ്പ് അഴിച്ചു കളഞ്ഞ് യോഗ്യമായി ഈ നമ്മുടെ ഇടങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാനും നമുക്ക് സാധിക്കണം എന്ന് തിരുമേനി ഓർമ്മപ്പെടുത്തി. ഡോക്ടർ മാത്യു കോശി പുന്നക്കാട് രചിച്ച പ്രകൃതിയുടെ താളം തേടി എന്ന പുസ്തകം തദവസരത്തിൽ മെത്രാപൊലീത്ത റൈറ്റ് റവറൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രീം മധ്യകേരള മഹായിടവക ബിഷപ്പിന് നൽകി പ്രകാശനം ചെയ്തു. തുടർന്ന് ബിഷപ്പ് അധ്യക്ഷ പ്രസംഗം നടത്തി. നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ ഇടങ്ങൾ എന്നിവയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും ദൈവമാണ് നമ്മളെ ശുശ്രൂഷ ഇടങ്ങളിൽ ആക്കി വെക്കുന്നതെന്ന ബോധത്തോടെ വേല ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് ബിഷപ്പ് ഓർമ്മപ്പെടുത്തി. തുടർന്ന് മഹായിടവക ട്രഷറർ റവറൻ ജിജി ജോൺ ജേക്കബ് യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ശേഷം ഈ വർഷം സഭയുടെ സജീവ ശുശ്രൂഷയിൽ നിന്നും വിരമിക്കുന്നവർക്കായുള്ള യോഗം ക്രമീകരിച്ചു. 26 വർഷം സേവനം ചെയ്ത ഇവാഞ്ചലിസ്റ്റ് ടി റോബിൻസൺ ആൻഡ് മിസസ് ശൈലജ MJ, 39 വർഷം സേവനമനുഷ്ഠിച്ച റവറൻ ജേക്കബ് ഡാനിയൽ ആൻഡ് മിസസ് അച്ചാമ ജേക്കബ്, 30 വർഷം സേവനമനുഷ്ഠിച്ച റവറൻ ജെയിംസ് ഡേവിഡ് ആൻഡ് മിസസ് ഷേർലി M. ജോൺ, 38 വർഷം സേവനമനുഷ്ഠിച്ച റവറൻ വർഗീസ് ഫിലിപ്പ് ആൻഡ് മിസസ് മെർലിൻ വർഗീസ്, 40 വർഷം സേവനമനുഷ്ഠിച്ച റവറൻ KG തോംസൺ ആൻഡ് ഷീല തോംസൺ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. പട്ടക്കാരെ പ്രതിനിധീകരിച്ച് റവറൻ KG തോംസണും സഭാ ശുശ്രൂഷകനായ ഇവാഞ്ചലിസ്റ്റ് ടി റോബിൻസണും മറുപടി പ്രസംഗം നടത്തി. പൊതുവായ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകിയതിനു ശേഷം ട്രഷറർ റവറൻ ജിജി ജോൺ ജേക്കബ് യോഗത്തിന് നന്ദി അറിയിച്ചു. ബിഷപ്പിന്റെ ആശീർവാദത്തോടുകൂടി യോഗം അവസാനിച്ചു. CSI കേരള റീജിയണൽ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ തെലങ്കാന മിഷനിലെ പറക്കാൽ, കാട്രപ്പള്ളി, മുഗലപ്പള്ളി എന്നീ മിഷൻ വയലുകൾ സന്ദർശിച്ചു. കേരളത്തിലെ വിവിധ മഹായിടവകയിൽ നിന്നും 40 യുവജനങ്ങൾ പങ്കെടുത്തു. 4 ദിവസമായി നടത്തപ്പെട്ട മിഷൻ സന്ദർശനത്തിന് റീജിയണൽ യുവജന പ്രസ്ഥാനം ചെയർമാൻ ബിഷപ്പ് റൈറ്റ് റവറൻ കുര്യൻ പീറ്റർ, റീജിയണൽ ജനറൽ സെക്രട്ടറി റവറൻ ലിനോ S. ജോൺ, വൈസ് ചെയർമാൻ അലക്സ് പീറ്റർ, ജോയിന്റ് സെക്രട്ടറി സ്നേഹ സോളമൻ, ജെയ്സൺ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. താമസ സൗകര്യങ്ങളും മറ്റ് ക്രമീകരണങ്ങളും ഒരുക്കിയ മുഗലപ്പള്ളി മിഷണറി റവറൻ റിജു മാത്യുവിനെയും കുടുംബത്തെയും കൃതജ്ഞതാപൂർവം ഓർക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. മധ്യകേരള മഹായിടവക മിഷൻ ആൻഡ് ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറായി കഴിഞ്ഞ 3 വർഷം സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച് സജീവ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന റവറൻ ജേക്കബ് ഡാനിയലിനും ബിഷപ്സ് ചാപ്ലിനായി സേവനമനുഷ്ഠിച്ച് ഉപരിപഠനത്തിനായി പോകുന്ന റവറൻ ഷെറി വർഗീസിനും മഹായിടവക ഓഫീസ് യാത്രയയപ്പ് നൽകി. മഹായിടവക കോർപ്പറേറ്റ് മാനേജർ റവറൻ സുമോദ് C. ചെറിയാൻ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ട്രഷറർ റവറൻ ജിജി ജോൺ ജേക്കബ് സ്വാഗതം ആശംസിച്ച യോഗത്തിൽ മഹായിടവക അധ്യക്ഷ പ്രസംഗം നടത്തുകയും സ്ത്രീജനസഖ്യ പ്രസിഡന്റ് ഡോക്ടർ ജെസി സാറ കോശി, ക്ലർജി സെക്രട്ടറി റവറൻ അനിയൻ K. പോൾ, മിഷൻ ബോർഡ് സെക്രട്ടറി റവറൻ രഞ്ജി K. ജോർജ്, ശ്രീ J. P. പോൾ എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് റവറൻ ജേക്കബ് ഡാനിയലിനും റവറൻ ഷെറി വർഗീസിനും ഉപഹാരം സമർപ്പിച്ചു. മറുപടി പ്രസംഗത്തിൽ റവറൻ ജേക്കബ് ഡാനിയൽ തന്റെ 39 വർഷത്തെ ശുശ്രൂഷ കാലയളവിൽ നിസ്സീമമായ ദൈവിക നടത്തിപ്പിനെ കുറിച്ച് തന്റെ അനുഭവങ്ങളിലൂടെ പങ്കുവച്ചു. ഒരു കൊച്ചു സഭയുടെ അംഗമായ തനിക്ക് ദൈവം നൽകി തന്ന വലിയ അവസരമായിരുന്നു തന്റെ ശുശ്രൂഷ കാലയളവെന്ന് റവറൻ ഷെറി വർഗീസും മറുപടി പ്രസംഗത്തിൽ പങ്കുവച്ചു. സൺഡേ സ്കൂൾ ജനറൽ സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം വന്നു ചേർന്ന ഏവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തി. മൈസൂർ മിഷൻ ഇൻചാർജ് റവറൻ ബിജിൻ ജോൺ വർഗീസിന്റെ പ്രാർത്ഥനയോടും ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബുകോശി ചെറിയാന്റെ ആശീർവാദത്തോടും യോഗം അവസാനിച്ചു. എഡ്മണ്ടൺ CSI അസൻഷൻ ചർച്ചിൽ
എപ്പിസ്കോപ്പൽ സന്ദർശനത്തിന്റെ ഭാഗമായി ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബുക്കോശി ചെറിയാൻ സഭാജനങ്ങളോടൊപ്പം കൂട്ടായ്മ പങ്കിടുകയും വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. തദവസരത്തിൽ എഡ്മണ്ടൺ CSI അസെൻഷൻ ചർച്ചും ആംഗ്ലിക്കൻ ഡയോസിസ് ഓഫ് എഡ്മണ്ടണും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെച്ചത് ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിരുന്നു. ബിഷപ്പ് സ്റ്റീഫൻ ലണ്ടനുമായി കാണാനും അദ്ദേഹത്തിന്റെ സൗഹൃദപരമായ സമീപനവും പിന്തുണയും CSI സഭയ്ക്കുള്ള പ്രോത്സാഹനവും അനുഭവിക്കുവാനും കഴിഞ്ഞത് ഏറെ ഊഷ്മളമായിരുന്നു എന്ന് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. ഈ ധാരണാപത്രം എഡ്മണ്ടണിലെ CSI സഭയുടെ വളർച്ചയ്ക്കും ശുശ്രൂഷയ്ക്കും വലിയ സഹായവും പ്രോത്സാഹനവും ആയിരിക്കും എന്ന് കരുതപ്പെടുന്നു. പ്രാദേശിക ആംഗ്ലിക്കൻ ഡയോസിസിന്റെ പിന്തുണയ്ക്കും മാർഗനിർദ്ദേശത്തിനും സഹകരണത്തിനും അധികൃതർ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. കാനഡയിലുള്ള വാൻകൂവർ CSI സഭയിൽ ഏപ്രിൽ 18 സ്ഥിരീകരണ ശുശ്രൂഷയ്ക്കും വിശുദ്ധ സംസർഗ ശുശ്രൂഷയ്ക്കും ബിഷപ്പ് നേതൃത്വം നൽകി. വളരെ മനോഹരമായി ക്രമീകരിച്ച ആരാധനയിൽ 2 കുട്ടികൾ സ്ഥിരീകരിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. 5 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ സഭയിൽ 30 കുടുംബങ്ങളാണുള്ളത്. എഡ്മണ്ടൺ സഭയുടെ കൂടി ചുമതലയുള്ള റവറൻ ജോൺ C. വർഗീസ് ആണ് വാൻകൂവർ ഇടവക വികാരി. വാൻകൂവറിൽ നിന്നും എഡ്മണ്ടണിലേക്ക് ഏകദേശം 1.5 മണിക്കൂറോളം വിമാനയാത്രയുണ്ട്. അപ്രകാരം യാത്ര ചെയ്താണ് അച്ഛൻ 2 സഭകളിലും ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ജോൺ C. വർഗീസ് അച്ഛനെയും ചർച്ച് കമ്മിറ്റിയെയും ബിഷപ്പ് പ്രത്യേകം അഭിനന്ദിച്ചു. ടൊറന്റോ CSI സഭയിൽ ഏപ്രിൽ 19 ഞായറാഴ്ച നടന്ന സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് മധ്യകേരള മഹായിടവക ബിഷപ്പ് നേതൃത്വം നൽകി. 26 കുട്ടികൾ സ്ഥിരീകരിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. 40 വർഷങ്ങൾ പിന്നിടുന്ന ടൊറന്റോ ഇടവക പല സാഹചര്യങ്ങളെയും അതിജീവിച്ചാണ് നിലനിൽക്കുന്നത്. കാലാകാലങ്ങളിൽ അവിടെ സേവനം ചെയ്ത പട്ടക്കാരുടെയും അൽമായ സമൂഹത്തിന്റെയും പ്രതിബദ്ധതയും സമർപ്പണവും മൂലം ഇന്ന് 300 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു വലിയ സഭയായി ടൊറന്റോ ഇടവക വളർന്നു എന്നത് അത്യന്തം ശ്ലാഘനീയമാണ്. 40 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതിന്റെ റൂബി ജൂബിലി ആഘോഷങ്ങളും സ്ഥിരീകരണ ശുശ്രൂഷയോട് അനുബന്ധിച്ച് നടന്നു. ഇടവകയ്ക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ ബിനു ഫിലിപ്പ്, ചർച്ച് കമ്മിറ്റി എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. സഭാഭേദമന്യേ ഭാരതത്തിലെ ക്രിസ്തീയ വിശ്വാസ സമൂഹത്തെ ദേശത്തിന്റെ ഐക്യത്തിനും സമാധാനത്തിനും നീതിക്കുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഒന്നിപ്പിക്കുന്ന യുണൈറ്റഡ് ക്രിസ്ത്യൻ പ്രയർ ഫോർ ഇന്ത്യയുടെ നേതൃധ്യാന യോഗം ഏപ്രിൽ 23 കോട്ടയം റിട്രീറ്റ് സെന്ററിൽ നടന്നു. മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബുക്കോശി ചെറിയാൻ, സീറോ മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര രൂപതയുടെ ബിഷപ്പ് എമിററ്റസ് മോസ്റ്റ് റവറൻ ഡോക്ടർ ജോഷ്വ മാർ ഇഗ്നാത്യോസ്, CSI സഭ ഡെപ്യൂട്ടി മോഡറേറ്റർ റൈറ്റ് റവറന്റ് VS ഫ്രാൻസിസ് തുടങ്ങി ചുമതല വഹിക്കുന്ന നിരവധി പേർ പങ്കെടുത്തു. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ദേശത്തിന്റെ അനുഗ്രഹത്തിന് മുഖാന്തരമാകട്ടെ എന്ന് വന്നു ചേർന്ന പ്രമുഖർ ആശംസിച്ചു. കേരളത്തിൽ ആദ്യമായി VBS ആരംഭിച്ചത് ചരിത്ര പ്രസിദ്ധമായ മല്ലപ്പള്ളിയിലാണ്. കേരളത്തിലെ VBS 70 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ അതിന്റെ സപ്തതി ആഘോഷ പരിപാടികൾ ഏപ്രിൽ 23 മല്ലപ്പള്ളി ഹോളി ഇമ്മാനുവേൽ CSI ദേവാലയത്തിൽ നടന്നു. പ്രസ്തുത സമ്മേളനം മധ്യകേരള മഹായിടവക ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസ്തുത VBS പൂർവ്വ വിദ്യാർത്ഥികളായ മധ്യകേരള മഹായിടവക മുൻ അധ്യക്ഷൻ അഭിവന്ദ്യ തോമസ് സാമുവേൽ തിരുമേനിയും മർത്തോമ സഭയുടെ അടൂർ ഭദ്രാസന ബിഷപ്പായ അഭിവന്ദ്യ മാത്യൂസ് മാർ സെറാഫീം തിരുമേനിയും ഈ സമ്മേളനത്തിന്റെ ഭാഗമായത് ധന്യമായ നിമിഷങ്ങളായി മാറി. ജൂബിലിയുടെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ തദവസരത്തിൽ ബിഷപ്പ് പ്രകാശനം ചെയ്തു. ആദ്യ VBS അധ്യാപകരായ ശ്രീ KC ചെറിയാൻ, ശ്രീ CK ജോർജ് എന്നിവരെ ആദരിച്ചു. വളരെ മനോഹരമായും അർത്ഥപൂർണമായും ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ച മല്ലപ്പള്ളി ഹോളി ഇമ്മാനുവേൽ CSI ഇടവക വികാരി റവറൻ ഷാജി M. ജോൺസൺ, ചർച്ച് കമ്മിറ്റി, സപ്തതി കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. കുട്ടികളും മുതിർന്നവരും ഒന്നിച്ചു ചേർന്ന് അവതരിപ്പിച്ച മല്ലപ്പള്ളി ചരിത്ര വഴികളിലൂടെ എന്ന മല്ലപ്പള്ളിയുടെ ചരിത്രം വളരെ കൃത്യമായി പുനരാവിഷ്കരിച്ച ദൃശ്യാവിഷ്കാരവും യോഗത്തിന് മാറ്റുകൂട്ടി.
4 കുട്ടികൾ പ്രതിഷ്ഠിക്കപ്പെട്ട് ദൈവവേലയ്ക്കായി സമർപ്പിക്കപ്പെട്ടു എന്നത് ഏറെ ശ്രദ്ധേയമായി. പുന്നവേലി വൈദിക ജില്ലയിൽ സൗത്ത് പാമ്പാടി സെയിന്റ് സ്റ്റീഫൻ CSI ദേവാലയത്തിന് ഒരു പുതിയ മദ്ബഹ നിർമ്മിക്കുന്നതിനുള്ള ശിലാസ്ഥാപനം ഏപ്രിൽ 24-ന് മധ്യകേരള മഹായിടവക ബിഷപ്പ് നിർവഹിച്ചു. നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ ലിൻഡോ M. തോമസ്, സഭാ ശുശ്രൂഷകൻ ശ്രീ D. ജോൺ, ചർച്ച് കമ്മിറ്റി എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. മൈനാഗപ്പള്ളി CSI സഭയുടെ ഇടവക രൂപീകരണത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ജൂബിലി സമ്മേളനം മഹായിടവക അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്യുകയും പ്രസ്തുത സഭയിൽ കൺവെൻഷൻ ആരംഭിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ സ്തോത്രാരാധനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ ആ സഭയിൽ ശുശ്രൂഷ ചെയ്ത ഇടവക പട്ടക്കാരെ തദവസരത്തിൽ ആദരിച്ചു. ജൂബിലിയുടെ ഭാഗമായി ഇടവകയിലെ ഭവനരഹിതനായ ഒരംഗത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ശില ആശീർവദിച്ചു. പുതിയ ഭവനം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം വിട്ടു നൽകിയ സഭയിലെ അംഗവും മഹായിടവക എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ശ്രീ ഡേവിഡ് ലൂക്കോസിനെ ബിഷപ്പ് അഭിനന്ദിച്ചു. പ്രസ്തുത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച ബിഷപ്പ് ഈ കാലയളവിൽ സഭയ്ക്ക് നല്ല നേതൃത്വം നൽകുന്ന ഇടവക വികാരി റവറൻ ക്രിസ് ഡേവിഡ് ഡാനിയേൽ, ചർച്ച് കമ്മിറ്റി എന്നിവരെ അഭിനന്ദിക്കുകയും ചെയ്തു. മലയോര മേഖലയുടെ വികസനത്തിന് തുടക്കമിട്ട മിഷണറിമാരുടെ വിലയേറിയ സേവനങ്ങളുടെ സ്മരണയിൽ മുണ്ടക്കയം ഹോളി ട്രിനിറ്റി CSI ഇടവക അതിന്റെ 175ാമത് വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് ആസൂത്രണം ചെയ്ത ഭവനദാന പദ്ധതി ഭംഗിയായി പൂർത്തീകരിച്ചു. ഭവനരഹിതരായ 8 കുടുംബങ്ങൾക്കായി ഇപ്രകാരം നിർമ്മിച്ച ഭവനങ്ങളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്കും പൊതുസമ്മേളനത്തിനും നേതൃത്വം നൽകി ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ. ഈസ്റ്റ് കേരള മഹായിടവക മുൻ അധ്യക്ഷൻ അഭിവന്ദ്യ KG ഡാനിയൽ തിരുമേനിയും സന്നിഹിതനായിരുന്നു. ഹെൻറി ബേക്കർ ജൂനിയർ ഏതാണ്ട് 177 വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ചാപ്പൽ നിലനിന്ന ഇടത്തു തന്നെയാണ് തന്റെ സ്വന്തം കുഞ്ഞിനെ അടക്കം ചെയ്തത്. അതിന്റെ സമീപയുള്ള സ്ഥലം മുണ്ടക്കയം ഇടവക വാങ്ങുകയും അവിടെ മേൽപ്പറഞ്ഞ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു. പ്രസ്തുത ഹൗസിംഗ് കോംപ്ലക്സിന്റെ മധ്യഭാഗം ഒരു ചാപ്പലായി കൂടി ക്രമീകരിച്ചിരിക്കുന്നു. ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ ഇടവക കണ്ടെത്തുകയും പ്രസ്തുത പദ്ധതി മനോഹരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. അതുല്യമായ ഈ പ്രവർത്തനം നടത്തിയ ഇടവകയ്ക്ക് മഹായിടവകയുടെ അഭിനന്ദനങ്ങൾ. സ്തുത്യർഹമായ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച ഇടവക വികാരി റവറൻ ജോൺ ഐസക്, ജൂബിലി കമ്മിറ്റി കൺവീനർ ശ്രീ ബോബിന മാത്യൂസ്, ജൂബിലി സെക്രട്ടറി ശ്രീമതി ആശ ബിനു, കമ്മിറ്റി അംഗങ്ങൾ എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. പ്രസ്തുത സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ട സ്ഥിരീകരണത്തിനും ബിഷപ്പ് നേതൃത്വം നൽകി. 47 പേർ സ്ഥിരീകരിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. വളരെ നന്നായി ക്ലാസുകൾക്ക് നേതൃത്വം നൽകി കുട്ടികളെ ഒരുക്കിയ ഇടവക വികാരി റവറൻ ജോൺ ഐസക്, മറ്റു ക്രമീകരണങ്ങൾക്കും നേതൃത്വം നൽകിയ ചർച്ച് കമ്മിറ്റി എന്നിവരെ ബിഷപ്പ് അഭിനന്ദിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. അടുത്ത വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.